ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ഫാനിൻ്റെ റിപ്പയറിങ് വീഡിയോ ആണ്. അത് എൻ്റെ റൂമിൽ ഭയങ്കരമായിട്ടുള്ള സൗണ്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം നമ്മൾ പരിഹരിക്കാൻ പോവാണ്. അതുകൊണ്ട് ഗായ്സ്, ഞാനിപ്പോൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിപ്പയർ ചെയ്യുന്നതിന് മുമ്പുള്ളൊരു വീഡിയോ ആണ്. ഫാൻ റിപ്പയർ ചെയ്തതിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഗായ്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഒരു സൗണ്ട് വ്യത്യാസം. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ. ഞാനെന്ത് ഫാൻ ഊരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വയറ് വിടിയിച്ചെടുക്കണം. അതേപോലെ തന്നെ ആ ഹോൾഡറും വിടിയിച്ചെടുക്കണം. ഈ വയറ് വിടിയിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കപ്പാസിറ്റർ കണക്ട് ചെയ്തേക്കണ ആ വയേഴ്സ് എല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ അതിൻ്റെ കോമൺ വയർ തമ്മിൽ മാറിപ്പോവും. അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം അത് അയച്ചെടുക്കാനായിട്ട്. ഗൈസ്, വയർ ഊരി എടുത്തിട്ടുണ്ട്. ഇനി തിരിച്ച് ആ വയറ് ആ വന്നേക്കുന്ന ഹോളിലേക്ക് തന്നെ തിരിച്ച് കയറ്റണം. അത് മുകളിലേക്ക് കയറ്റി വെക്കുന്നതാണ് വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. തിരിച്ച് വെക്കുമ്പോൾ ഈ വയറ് മുറിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫാൻ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇത് ചൂടായി ആ വയർ ഭയങ്കരമായിട്ട് ഹാർഡായി പോയിട്ടുണ്ടാവും. അപ്പോൾ ആ 3 വയറും ഇതുപോലെ കയറ്റി വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മുറിഞ്ഞു പോകാതെ നോക്കണം. നമ്മളത് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഈ ടെസ്റ്റർ ഉപയോഗിച്ച് ചെയ്യുന്നത്. കണ്ട ഗൈസ്, 3 വയറും അകത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു 3 സ്ക്രൂ വരുന്നുണ്ട്. ഈ ഫാനിൻ്റെ 2 ഡ്രം കണക്ട് ചെയ്തേക്കണേ ആ 3 സ്ക്രൂവും ഊരിയെടുക്കുക. എന്നാലാണ് അതിൻ്റെ 2 കവറും ഊരിപ്പോരുള്ളൂ. ഗൈസ്, 3 സ്ക്രൂ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് ഈ 2 കവറിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊരു ഗ്യാപ്പ് ഇട്ട് പയ്യെ തുറന്നു വരും. കണ്ടോ ഗൈസ്, ഊരിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കണ്ടോ ഒരു ബെയറിങ് നമ്മുടെ ഷാഫ്റ്റിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്കത് ഊരിയെടുക്കണം. അതിന് നമ്മൾ ഈ ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഈ ടൂൾ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ടൂൾ ഒരു കാരണവശാലും ഈ കോയിലിലേക്ക് ടച്ച് ആവരുത്. അങ്ങനെ കോയിലിലേക്ക് ടച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കോട്ടിങ് പോകാനിട വരും. അങ്ങനെ കോട്ടിങ് പോയാൽ അത് എർത്താവും, ഷോർട്ട് ആവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഈ ഫാൻ ഓൾറെഡി യൂസ്ഡ് ആയതുകൊണ്ട് തന്നെ ഈ കോയിലിനെ വൈൻഡ് ചെയ്തെടുത്തേക്കണ ഷോർട്ട് ആവാതിരിക്കാൻ തിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാർട്സ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം അത് ചെയ്തെടുക്കാൻ. കണ്ടോ ഗൈസ്, നമ്മൾ ബെയറിങ് ഊരി എടുത്തിട്ടുണ്ട്. അതിനൊരു സ്പ്രിങ് വരുന്നുണ്ട്. ആ സ്പ്രിങ് ഊരി മാറ്റുക. ഇനി നമുക്ക് ഷാഫ്റ്റ് പുറത്തേക്ക് ഊരി എടുക്കണം. അതിന് ഇതേപോലെ ഒരു ഇടി താഴത്തേക്ക് കൊടുത്തേക്കാൻ അത് ഊരി പോരുന്നതാണ്. ഇനി നമുക്ക് ഈ കവറിലുള്ള ബെയറിങ്ങോട് ഊരിയെടുക്കണം. അതിന് നമ്മൾ ഈ ടൂളാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം ഒരു ശ്രദ്ധ കൊടുത്ത് ചെയ്യേണ്ട ഒരു പണി തന്നെയാണത്. കുറച്ച് പാടുമാണ്. നമ്മൾ പിന്നെ ഈ ടൂൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്കത് ഊരിയെടുക്കാം. ഈ ടൂൾ ഈ വീഡിയോ കാണുന്ന പോലെ വെച്ചിട്ട് ഇതേപോലെ ടൈറ്റ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ അതിൻ്റെ അകത്തൊരു ലോക്ക് ഇതേപോലെ ബെയറിങ്ങിൽ വന്ന് സ്റ്റക്കായി നിൽക്കും. ഇതേപോലെ ആക്കി നിർത്തുക. ഇതിന് ശേഷം നമ്മളിത് ഇതേപോലെ നന്നായിട്ട് ബലം പിടിച്ചങ്ങ് തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെയറിങ് ഊരിപ്പോരും. കണ്ടോ ഗൈസ്, ബെയറിങ് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബെയറിങ് ഈസി ആയിട്ട് ഊരിയെടുക്കാം. ഈസി എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് പാട് തന്നെയാണ്. ജസ്റ്റ് ആ ബെയറിങ് ഊരിപ്പോന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരെ ഓപ്പോസിറ്റ് ഇതേപോലെ തിരിച്ച് കാണിക്കുന്നത്. ഇനി നമ്മൾ മേടിച്ചേക്കണ പുതിയ ബെയറിങ് ഇതുപോലെ എടുക്കുക. ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ വീഡിയോയുടെ മുകളിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ബെയറിങ് വയ്ക്കുക. ബെയറിങ് തിരിച്ച് ഇതേപോലെ ചുറ്റിക ഉപയോഗിച്ചിട്ട് അടിച്ചെടുക്കുക. ചുറ്റിക പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ചുറ്റികയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അറ്റം വരുന്ന പ്ലാസ്റ്റിക്കാണ്.
അത് ബെയറിങ്ങിന് ഡാമേജ് വരാതിരിക്കാനാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് ചുറ്റിക ഉപയോഗിച്ചിട്ട് ഇതേപോലെ അടിച്ച് കയറ്റുന്നത്. അപ്പോൾ നമ്മുടെ ബാക്കിലെ കവറിൻ്റെ ബെയറിംഗ് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നേരെ ഫ്രണ്ടിലെ കവറിൻ്റെ ബെയറിംഗ് ആണിത്. ഇതേപോലെ വെച്ച് കൊടുക്കണം. ഇത് കുറച്ച് ലൂസാണ് കേട്ടോ ഗൈസ്. ഇതുകൊണ്ടൊക്കെയാണോ ഈ സൗണ്ട് വന്നതെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് നമുക്കത് സ്റ്റക്കായിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗൈസ് ഇപ്പോൾ നമ്മൾ 2 കവറും ബെയറിംഗ് ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കിലെ കവർ ആദ്യം എടുക്കുക. എന്നിട്ട് ഫാനിൻ്റെ സ്റ്റേറ്റർ ഈ വീഡിയോ കാണുന്ന പോലെ ഇറക്കി വയ്ക്കുക. അതിനുശേഷം ഈ വീഡിയോ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. കാരണം വെച്ചാൽ ബെയറിങ്ങിലേക്ക് കറക്റ്റായിട്ട് സീറ്റിങ്ങിലായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയിലിൽ ടച്ച് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയൊക്കെ നോക്കണം. ഗൈസ് ഇത് റോട്ടറാണിത്. തിരിച്ച് റോട്ടർ എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ഊരിയെടുത്ത സ്പ്രിങ് തിരിച്ച് വയ്ക്കുക. ഇത് നമ്മുടെ ഫ്രണ്ടിലെ കവറാണ് ഫാനിൻ്റെ. ഇതുപോലെ വയ്ക്കണം. വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 3 സ്ക്രൂ കറക്റ്റ് സീറ്റിങ്ങിന് വരുന്നു. അപ്പോൾ അതേ രീതിയിൽ വേണം അത് തിരിച്ച് സെറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇടിച്ചു കൊടുക്കുക. അത് കറക്റ്റ് ടൈറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ്. 3 സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്താൽ അത് ഇരിക്കും. നമ്മൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി വെക്കുക. ഇപ്പോൾ ഓക്കെയാണ്. ഇതിന് ശേഷം നമ്മുടെ ആ 3 സ്ക്രൂ എടുത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം ടൈറ്റ് ആക്കുക. ഒരു ഓവറായിട്ട് ടൈറ്റ് ആക്കരുത്. ഓവറായിട്ട് ടൈറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേറ്റർ ഉള്ളിൽ സ്റ്റക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കറക്കി നോക്കി അതിനനുസരിച്ചിട്ട് ടൈറ്റ് ചെയ്യണതായിരിക്കും ബെറ്റർ. എന്ന് വെച്ചാൽ തീരെ ലൂസായി പോവുകയും ചെയ്യരുത്. അതിൻ്റേതായ ഒരു രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി വെക്കണം. എവിടെയും സ്റ്റക്ക് ആകുന്നില്ല. ഇനി നമ്മൾ ആദ്യം കയറ്റി വെച്ച ആ 3 വയറും പുറത്തേക്ക് എടുക്കണം. വയറെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഫാൻ ഓൾറെഡി യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഈ വയറ് ചൂടായി കുടിഞ്ഞു പോകാനും മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ശ്രദ്ധ കൊടുത്ത് വേണം അത് ഊരിയെടുക്കാൻ. അങ്ങനെ ആ വയറ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടാമത് അത് റീവൈൻഡ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മളൊരു പ്രതീക്ഷയില്ലാത്ത രീതിയിലാണ് ഇത് ചെയ്തത്. സാധാരണ നമ്മൾ ബെയറിങ് മാറുന്ന സമയത്ത് ചിലപ്പോൾ കോയിൽ പോവാറുണ്ട്, വൈൻഡിങ് പോവാറുണ്ട്. അപ്പം നമുക്കെന്തായാലും ഇപ്പോൾ പിടിപ്പിച്ച് നോക്കാം. അപ്പോൾ അറിയാം. ഇതേപോലെ 3 വയറിൻ്റെ ഇൻസുലേഷൻ കളയുക. അതിനുശേഷം കപ്പാസിറ്റർ എടുക്കുക. അതിൻ്റെ ഇൻസുലേഷൻ കളയുക. എന്നിട്ട് നമ്മൾ ആദ്യം നോട്ട് ചെയ്ത് വെച്ച രീതിയിൽ തന്നെ കപ്പാസിറ്റർ വയറിലേക്ക് കണക്ട് ചെയ്യുക. ഈ ഫാനിൻ്റെ കോമൺ ആയിട്ട് വരുന്ന വയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ ആയിരുന്നു. അപ്പോൾ ഒരു യെല്ലോ വയർ കപ്പാസിറ്ററിൻ്റെ ഒരു ലെഗിലേക്കും ന്യൂട്രൽ മറ്റേ ലെഗിലേക്കും കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കണക്ടർ വരുന്നുണ്ട്. ആ കണക്ടറിൻ്റെ സെൻറ്ററിൽ യെല്ലോയും ന്യൂട്രൽ ഫേസ് ലെഗ് മുകളിലോ താഴെയായിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ നിലവിൽ ഫേസ് വയർ, അതായത് റെഡ് വയർ ഞാൻ താഴെയാണ് കൊടുത്തത്. ആ റെഡ് വയറിന് കുറച്ച് ലെങ്ത് കുറവുണ്ട്, അതുകൊണ്ടാണ് താഴെ കൊടുത്തത്. ആദ്യം റെഡ് വയർ കൊടുത്തു. അതിനുശേഷം യെല്ലോ വയർ സെൻറ്ററിൽ കൊടുത്തു. അത് കോമൺ ആണ്. ഇനി ന്യൂട്രൽ വയർ മുകളിൽ കൊടുത്തു. ഗൈസ്, നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് പിടിപ്പിക്കണം. ജസ്റ്റ് ഒന്ന് കറക്കി വെക്കുക. ഇനി 3 ലീഫും ഈ വീഡിയോ കാണുന്ന പോലെ ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കുക. ഞാൻ ആദ്യം വിചാരിച്ചത് ലീഫ് ലൂസായതിൻ്റെയാണ് ഈ സൗണ്ട് വരുന്നതെന്നാണ്. പിന്നെ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി ലീഫിൻ്റെതല്ല ഇഷ്യൂ എന്നുള്ളതും. അതേപോലെ തന്നെ
അതിൻ്റെ റാഡിൻ്റെ ഇഷ്യൂ കൊണ്ടോ അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് ബെയറിങ് മാറാനായിട്ട് തീരുമാനിച്ചത്. പിന്നെ ഗൈസ്, എനിക്ക് ഈ വീഡിയോ ചെയ്യാനായിട്ട് എൻ്റെ ചേട്ടനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടു. ആളുടെ ഒരു സജഷനും ഉപദേശവും എനിക്ക് വളരെ നല്ലൊരു ഹെൽപ്ഫുള്ളായിരുന്നു. ആള് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് ആണ് ഇതൊക്കെ ചെയ്ത്. അപ്പോൾ അതെനിക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടു. മൂന്ന് ലീഫും ഇതേപോലെ സ്ക്രൂ ചെയ്തിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. കണ്ട ഗൈസ്, സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു വോയിസാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. നല്ല സൗണ്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തന്നെ അടുത്തൊരു വീഡിയോ വരും. മുന്നേ ഉണ്ടായിരുന്നൊരു വീഡിയോ. കണ്ട ഗൈസ്, ഇത് റിപ്പയർ ചെയ്യുന്നതിന് മുമ്പുള്ളൊരു അവസ്ഥയാണത്. എത്ര വ്യത്യാസമാണെന്ന് നോക്കി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഇനി ഇതേപോലത്തെ കുറേ വീഡിയോസ് വരുന്നതാണ്. അതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിരിക്കുക. ഇനി അടുത്ത വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം.